സാറ് പുറത്തു. അങ്ങനെ നമുക്കിത് വെറുതെ കണ്ടിൽ നോക്കാൻ പറ്റില്ലല്ലോ. അങ്ങോട്ട് മാറിക്കും. അച്ഛാ, പോലീസ് വന്നിട്ടുണ്ട്. SI ആണെന്ന് തോന്നുന്നു. ചേടാ, ഒരു വണ്ടി കിടക്കുന്ന ഇത്രയും വലിയ പുലിവാലായോ? മാധവേട്ട, ഇപ്പോഴത്തെ കാലമല്ലേ, വല്ല കൊള്ളയോ കൊലയോ ചെയ്തിട്ട് ഉപേക്ഷിച്ചതായിക്കൂടെ? നേരാ. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത് കയറ്റിയിടോ? ഇത് വലിയ മെനക്കേടായല്ലോ. നോക്കട്ടെ. വാ. വണ്ടി ആരാദ്യം കണ്ടേ? ഞാനാ സാറേ. എപ്പോഴാ കണ്ടത്? രാവിലെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാ ഈ വണ്ടി ഇവിടെ കിടക്കുന്ന കണ്ടേ. എപ്പോ മുതലാ വണ്ടി ഇവിടെ കിടക്കുന്നേ? അറിയില്ല സാറേ, ഇന്ന് രാവിലെ മുതൽ ഇവിടെ കിടക്കുകയാണെന്ന് തോന്നുന്നു. ഞാനൊരു ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ വാഹനത്തിന്റെ RC ഓണറിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം, പെട്ടെന്ന് വേണം. ഓക്കെ, ശരി. അച്ഛാ, അച്ഛനൊന്ന് അങ്ങോട്ട് ചെല്ലേ. എന്തിന് വെറുതെ അങ്ങോട്ട് ചെന്ന് തലവെച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലേ? നിങ്ങൾ അകത്ത് കയറി പോയിക്കോ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. മാധവേട്ട, ഞാൻ നാട്ടുകാർ കൂടി നിൽക്കുമ്പോ ഞാനിതിനകത്ത് കയറിയിരുന്ന നിങ്ങൾ ചെല്ല്. സാറേ, അതാണ് മാധവൻ. ഇദ്ദേഹം ഞങ്ങളുമായിട്ട് വലിയ സഹകരണമൊന്നുമില്ല. ഞങ്ങൾക്ക് ചെറിയ ഡൗട്ടുണ്ട്. നിങ്ങളല്ലേ മാധവൻ? ആ, ദേവികയുടെ അച്ഛൻ. അതെ സാർ. ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോ നിങ്ങൾ എന്തിനാ വീട്ടിനകത്ത് കയറിയിരിക്കുന്നേ? അല്ല, അതിപ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു വണ്ടി കിടക്കുമ്പോ സ്റ്റേഷനിൽ വിളിച്ച് പറയണ്ടേ? അല്ല സാറേ, ഞങ്ങൾക്ക് വഴി തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റു പ്രശ്നമൊന്നും ഉണ്ടായിട്ടുമില്ല. പിന്നെ ഞങ്ങൾ എന്തിനാ ഇത് ശ്രദ്ധിക്കണം സാറേ? അതൊന്നും ഒരു ന്യായമല്ല. സംശയാസ്പദമായ രീതിയിൽ വീടിന്റെ പരിസരത്ത് ഒരു വണ്ടി കിടന്നാൽ അത് പോലീസിൽ ഇൻഫോം ചെയ്യണം. ഹലോ, ആരുടെ? അത് ശരി. അമ്മേ, നമുക്കൊന്ന് അങ്ങോട്ട് ചെല്ലാം. അയാളുടെ നമ്പർ സെൻഡ് ചെയ്തേക്ക്. ശരി എന്നാ. പ്രശ്നമാണല്ലോ മാധവ. എന്താ സാറേ? ഈ കിടക്കുന്ന കാറ് നിങ്ങളുടെ ശത്രുവിന്റെ ആണല്ലോ. ശത്രു? ആര് സാറേ? ആ തേവക്കാട്ടെ ത്യാഗരാജന്റെ വണ്ടിയായത്. ബലരാമ സാറിന്റെ അളിയൻ. ദേവികയും നന്ദനൊക്കെ ത്യാഗരാജനുമായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? കാര്യങ്ങള് വഷളാവുമല്ലോ മാധവ. ത്യാഗരാജൻ വണ്ടി ഇവിടെ കൊണ്ടിട്ടേന് ഞങ്ങൾ എന്ത് പഴിച്ചു സാറേ? അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ത്യാഗരാജന്റെ ഫോൺ നമ്പർ വന്നിട്ടുണ്ട്, വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഔട്ട് ഓഫ് കവറേജ് ആണല്ലോ. ഡോ സർ, ഇങ്ങോട്ട് വന്നേ. വണ്ടി പരിശോധിച്ച് മാസ്റ്റർ തയ്യാറാക്കണം. ആരെയും അടുപ്പിക്കണ്ട. മാധവേട്ട, അടുത്ത പ്രശ്നത്തിന് തുടക്കാവുകയാണോ? എന്ത് പ്രശ്നം? അവരെന്താ ചെയ്യട്ടെ, നിങ്ങൾ വന്നേ. പരിസരത്ത് CCTV എല്ലാവരും നോക്കണം സർ. എല്ലാം പരിശോധിക്കും. CCTV എവിടേക്കാണെന്ന് നോക്കാം സാർ. ദൃക്സാക്ഷിയുള്ള മൊഴി രേഖപ്പെടുത്തണം. രേഖപ്പെടുത്താം സാർ. പ്രധാനമായിട്ട് ഇവര് നന്ദ ഇപ്പൊ വന്നു. ഇപ്പൊ വന്നേളൂ സർ. അപ്പൊ ഇഷ്യൂ സീരിയസ് ആണെന്ന് നന്ദന് മനസ്സിലായല്ലേ? ത്യാഗരാജനെ കാണാനില്ലെന്ന്
ബലരാമൻ സാറിന്റെ ഭാര്യ വാക്കാലുള്ള പരാതി തന്നിട്ടുണ്ട്. നന്ദൻ, പരിചയത്തിന്റെ പേരിൽ പറയുക, കാര്യങ്ങൾ വഷളാക്കരുത്. എന്താ നടന്നത്? തുറന്നു പറയൂ. സിയെ അറിയാലോ. സർ, ആ വാഹനം ഞങ്ങളുടെ വീടിന് മുന്നിലായി പോയി. അതുകൊണ്ട് ഞങ്ങളെ സംശയത്തിന് നിഴലിൽ കൊണ്ടുവരരുത്. നന്ദ, നിങ്ങളെ സംശയമൊന്നുമില്ല. പക്ഷെ മുകളിൽ നിന്ന് വിളി വന്ന നടപടി എടുക്കേണ്ടി വരും. ഞങ്ങളെ സംശയിക്കുന്നില്ലെന്ന് സാറ് പറഞ്ഞല്ലോ. പിന്നെ എങ്ങനെയാ സാറ് നടപടി എടുക്കുന്നത്? തേവക്കാട്ടുകാരുടെ പൊളിറ്റിക്കൽ ഹോഡ് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ദേവിക, പഴയ വൈരാഗ്യത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ? ഇല്ല സർ, ഞങ്ങൾ പറയുന്ന ഒന്ന് വിശ്വസിക്കണം. ഇതിപ്പോ ഞങ്ങളെ ദ്രോഹിക്കാൻ അയാള് മനഃപൂർവ്വം വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടതായിരിക്കും സാറേ. സാർ, ഞങ്ങൾക്ക് പണമില്ല, സ്വാധീനമില്ല. നിയമത്തിന്റെ രക്ഷ മാത്രമേ പ്രതീക്ഷയുള്ളൂ. തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കരുത്. ഏതെങ്കിലും ഗുണ്ടാസംഘം തട്ടിക്കൊണ്ടുപോയതായിരിക്കും സർ. ഏതെങ്കിലും താവളത്തിൽ കൊണ്ടിട്ടിട്ട് അയാളെ ശരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ടാവും.